ശ്രീകുമാർ മനയിൽ ആ തീരുമാനമെടുക്കുമ്പോഴും എല്ലാവരെയും അത് ബോധ്യപ്പെടുത്തി തീരുമാനമെടുക്കാൻ കഴിഞ്ഞോ? രണ്ട് പ്രമുഖ നേതാക്കളും കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും പക്വതയോടെ ഈ തീരുമാനത്തെ ഉൾക്കൊണ്ടു എന്ന് ശ്രീമതി ദീപ്തി പറഞ്ഞു. പക്ഷേ നമുക്കറിയാം, തൊട്ടു മുമ്പ് കഴിഞ്ഞിട്ടുള്ള കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷിയോഗത്തിൽ രമേശ് ചെന്നിത്തല പങ്കെടുത്തിട്ടില്ല. അദ്ദേഹം ഗുരുവായൂരിലേക്ക് പോയിരിക്കുകയാണ്. ഇത്രയും സുപ്രധാനമായ ഒരു തീരുമാനം എടുക്കേണ്ട നിയമസഭാ കക്ഷിയിൽ രമേശ് ചെന്നിത്തല എന്ന കേരളത്തിലെ ഈ നിയമസഭാ കക്ഷിയിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് നേതാക്കളിൽ ഒരാൾ പങ്കെടുക്കാതെ അദ്ദേഹം മാറി നിൽക്കുമ്പോൾ എല്ലാവരെയും ഒരേപോലെ ബോധ്യപ്പെടുത്താൻ AICCക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണോ? അല്ല അഭിലാഷ്, അതെ, ഒരു ജനാധിപത്യ പാർട്ടിയിൽ സാധാരണഗതിയിൽ ഇത്തരം വിയോജിപ്പുകൾ എക്കാലത്തും ഉണ്ടാവും. അതൊരു ആ രാഷ്ട്രീയ പാർട്ടിയുടെ നമ്മൾ നേരത്തെ പറയാറുള്ള പ്രോസസ്സിങ്ങിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. കാരണം ഇപ്പോൾ VD സതീശൻ കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷി നേതാവായി ചുമതലയേറ്റു. അതുകൊണ്ട് അദ്ദേഹം തിങ്കളാഴ്ച മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. കൂടെ മന്ത്രിമാരും ഉണ്ടാവും. അപ്പോൾ ഇതൊരു പുതിയ കാലം ആരംഭിച്ചു കഴിഞ്ഞു, ഒരു പുതിയ യുഗം ആരംഭിച്ചു കഴിഞ്ഞു. അഭിപ്രായ വ്യത്യാസങ്ങൾ, വിയോജിപ്പുകൾ എല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ UDFന് ഒരു സർക്കാർ ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഉണ്ടാകാൻ പോവുകയാണ് അടുത്ത നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ, ആ സർക്കാരിൻ്റെ മുന്നോട്ട് പോക്കായിരിക്കും ഇനി കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യുക. വിയോജിപ്പുകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒരു പക്ഷേ നേരത്തെ പറഞ്ഞ ജനാധിപത്യ സ്വഭാവത്തിൽ നിലനിൽക്കുന്നു, അതെല്ലാം അവിടെ നിലനിൽക്കുന്നുണ്ടാകാം. പക്ഷേ അപ്പോഴും അതൊന്നും ഈ ഒരു മുന്നോട്ടുള്ള പോക്കിനെ യാതൊരു ഏൽപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. യാതൊരു പരിക്കും ഈ സംവിധാനത്തെ ഏൽപ്പിക്കാതെ തന്നെ UDFിൻ്റെയും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ മുന്നോട്ട് പോവുകയും, എന്നാൽ ചിലപ്പോൾ കോൺഗ്രസിനുള്ളിൽ പണ്ടെല്ലാ മുഖ്യമന്ത്രിമാരെയും നിയമസഭാ കക്ഷി നേതാക്കളെയും തീരുമാനിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങളും വിയോജിപ്പുകളൊക്കെ ഉണ്ടാകും. അത് അവിടെ തന്നെ നിലനിൽക്കാം. ചിലത് പരിഹരിക്കപ്പെട്ട് ഒരു പ്രശ്നമില്ലാതെ ഇനി മുന്നോട്ട് പോയേക്കാം. ഇതിനെല്ലാത്തിനും സാധ്യതകളുണ്ട്. പക്ഷേ അതെന്നായാലും നമ്മളിപ്പോൾ ഈ ഒരു ഏറ്റവും നല്ലൊരു മുഹൂർത്തത്തിൽ അത്തരം വിയോജിപ്പുകളും അത്തരം ഈ പറയുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും മാത്രം മുഴച്ചു നിൽക്കുന്നുവെന്ന് നമ്മൾ കരുതരുത്. കാരണം ഈ ഒരു വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഇതിൻ്റെ ഒരു പോക്കിൻ്റെ ഭാഗമായിട്ട് അതെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ VD സതീശന് ആ മന്ത്രിസഭയെ കൊണ്ടുപോകാൻ കഴിയും. അദ്ദേഹം നിയമസഭാ കക്ഷി നേതാവ് പിന്നെ ഗവർണറെ കാണാൻ ഗവർണറെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു അതിനെ സർക്കാരിൻ്റെ ഒരു മുന്നോട്ടുള്ള പോക്കിനെ കുറിച്ചായിരിക്കും കൂടുതൽ ചർച്ച. ഒന്ന് ഓർക്കുക, കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ എക്കാലവും ഈ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഇത്തരം വിയോജിപ്പുകളും അസംതൃപ്തികളൊക്കെ ഉണ്ടാകാറുണ്ട്. അതിനെല്ലാം ഓവർകം ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ അതിനെല്ലാം പാച്ചപ്പ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അതിനെല്ലാം വിലയിരുത്തിക്കൊണ്ട് കണക്കിലെടുത്തുകൊണ്ടോ ഒക്കെ തന്നെയാണ് ഇതിനു മുമ്പും നിയമസഭാ കക്ഷി നേതാക്കൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അത്രയ്ക്ക് നമ്മളതെല്ലാം ഈ പോകേണ്ട സർക്കാരിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്നതായിരിക്കും ഉചിതമെന്ന് എനിക്ക് തോന്നുന്നു.